എല്ലാ വിദ്യാർത്ഥികൾക്കും നമസ്കാരം. ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്ത സെമസ്റ്ററുകളിലായിട്ട് പഠിക്കാനുള്ള ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ ലാബ് എക്സ്പെരിമെന്റുകളാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ബെർണോളിസ് തിയറത്തിന്റെ അപ്ലിക്കേഷൻ ആയിട്ടുള്ള വീനോച്ച് എന്ന് പറയുന്ന എക്സ്പെരിമെന്റ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വീനോച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ ചാനലിന്റെ ഫ്ലോ റേറ്റ് കണ്ടെത്തുക അല്ലെങ്കിൽ ഡിസ്ചാർജ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ്. ഓക്കെ, എക്സ്പെരിമെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി ഈ എക്സ്പെരിമെന്റിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതെന്ന് പരിചയപ്പെടാം. ഓപ്പൺ ചാനലാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ഓപ്പൺ ചാനലിലേക്ക് റിസർവോയറിൽ നിന്ന് വെള്ളത്തെ പമ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു സെൻട്രിഫ്യൂഗൽ പമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ഡിസ്ചാർജ് വാൽവ് ഓപ്പൺ ചെയ്യുന്ന വഴി നമുക്ക് ഈ ഒരു ഓപ്പൺ ചാനലിലേക്ക് നമുക്ക് വെള്ളത്തെ എത്തിക്കാനായിട്ട് സാധിക്കും. ഈ ഓപ്പൺ ചാനലിൽ നമ്മൾ വെള്ളത്തിനെ ഒരു സ്ട്രീം ലൈൻ ഫ്ലോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇടയിൽ ഒരു ചെറിയൊരു ഡാം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതിനിപ്പുറത്തായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഹുക്ക് ഗേജ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഈ ഹുക്ക് ഗേജ് എന്ന് പറയുന്നത് വാട്ടർ ലെവൽ എത്രയാണെന്നുള്ളതും അല്ലെങ്കിൽ അതിന്റെ വാട്ടർ ലെവൽ എത്രത്തോളം ഉയരുന്നു എന്നുള്ളതെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ വെള്ളം ഒഴുകി വരുന്ന പാത്തിനെയാണ് നമ്മൾ നോച്ച് എന്ന് പറയുന്നത്. 60 ഡിഗ്രി ആംഗിളോട് കൂടിയ വി നോച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് പറയാം, ട്രയാങ്കുലർ നോച്ച് എന്ന് പറയാം. ഈ നോച്ച് വഴി ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന വെള്ളം വന്ന് വീഴുന്നത് അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്നത് ഒരു ടാങ്കാണ്. ഓക്കെ, ഈ ടാങ്കിനെയാണ് നമ്മൾ കളക്ടിങ് ടാങ്ക് എന്ന് പറയാം. ഈ കളക്ടിങ് ടാങ്കിൽ വെള്ളത്തിന്റെ റൈസ് എത്രത്തോളം ഉണ്ട്, വെള്ളം എത്രത്തോളം ഉയരുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു പീസോമീറ്ററും ഒരു സെന്റിമീറ്റർ സ്കെയിലും നമ്മൾ അതിന്റെ മുകളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ കളക്ടിങ് ടാങ്കിന്റെ സ്പെസിഫിക്കേഷൻ, അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 0.4 മീറ്റർ നീളവും 0.3 മീറ്റർ വീതിയുമുള്ള ഒരു ടാങ്കാണ്. നമ്മളെല്ലാ എക്സ്പെരിമെന്റിലും എടുക്കുന്ന പോലെ തന്നെ 10 സെന്റിമീറ്റർ ആണ് നമ്മൾ ഈ ഒരു കളക്ടിങ് ടാങ്കിന്റെ ഉയരമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഒപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ള ഒന്നാണ് ഒരു സ്റ്റോപ്പ് വാച്ച് എന്ന് പറയുന്നത്. ഒരു ഓപ്പൺ ചാനലിന്റെ ഡിസ്ചാർജ് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ ഫ്ലോ റേറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീനോച്ച് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നാൽ നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റിൽ വീനോച്ചിന്റെ ഡിസ്ചാർജ് മാത്രമല്ല മെഷർ ചെയ്യുന്നത്, കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്താണെന്നുള്ളതാണ് മെഷർ ചെയ്യാൻ പോകുന്നത്. കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആക്ച്വൽ ഡിസ്ചാർജും തിയററ്റിക്കൽ ഡിസ്ചാർജും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് കോയിഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ ആക്ച്വൽ ഡിസ്ചാർജും ഇതിനകത്ത് കണ്ടെത്തണം, അതേപോലെ തന്നെ തിയററ്റിക്കൽ ഡിസ്ചാർജും നമ്മൾ കണ്ടെത്തണം. ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത അളവിലുള്ള ടാങ്ക് നമുക്കുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടാങ്കിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് 0.4 ഇൻറ്റു 0.3 ഇൻറ്റു 0.1 മീറ്റർ ക്യൂബ് വോളിയത്തിലുള്ള ഒരു ടാങ്കാണ്. ഓക്കെ, ഈ ഒരു ടോട്ടൽ ലെങ്ത് അല്ലെങ്കിൽ ഈ ഒരു ഹൈറ്റ് നമ്മൾ പൂർണ്ണമായിട്ടും എടുക്കുന്നില്ല, നമ്മൾ ഏതെങ്കിലും ഒരു 10 സെന്റിമീറ്റർ മാത്രമാണ് എടുക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ 0.4 ഇൻറ്റു 0.3 ഇൻറ്റു 0.1 മീറ്റർ ക്യൂബ് വോളിയത്തിലുള്ള ഈ ഒരു ടാങ്കിലേക്ക് നോച്ച് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഒരു സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ 10 സെന്റിമീറ്റർ നിറയുന്നതിന് എത്ര സെക്കൻഡ് സമയം ആവശ്യമാണെന്നുള്ളത് നോട്ട് ചെയ്യണം. നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ആ ടാങ്ക് നിറയുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം വന്നത് ഈ ഒരു നോച്ചിന്റെ ഡിസ്ചാർജ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, അപ്പൊ ആ വോളിയം ബൈ ടൈം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആക്ച്വൽ ഡിസ്ചാർജ് അവിടെ കിട്ടും. തിയററ്റിക്കൽ ഡിസ്ചാർജ് കണ്ടെത്തുന്നതിന് മുമ്പായി നമ്മൾ ഇതിനകത്തൊരു പെർമനന്റ് ലെവല് വെള്ളം നിലനിൽക്കുന്നുണ്ട്. ആ ലെവൽ എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടെത്തണം. ഒപ്പം തന്നെ അവിടെ ഉയർത്തുമ്പോൾ നമ്മൾ വെള്ളത്തെ ഈ ഒരു നോച്ച് ടാങ്കിലേക്ക് സപ്ലൈ ചെയ്തിട്ട് അവിടെ വെള്ളത്തിന്റെ ഒരു ഹൈറ്റിനെ നമ്മൾ ഉയർത്തുമ്പോൾ ആ ഒരു ഹെഡ് ഉയർത്തുന്ന സമയത്ത് എത്രത്തോളം ഹെഡ് വേരിയേഷൻ അവിടെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ നോക്കുകയും ഒപ്പം ആ ഒരു ഹെഡ് വെച്ചിട്ട് നമുക്ക് തിയററ്റിക്കൽ കാൽക്കുലേഷൻസ് എടുക്കാനും സാധിക്കും. അപ്പൊ നമ്മുടെ വീനോച്ച് എക്സ്പെരിമെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അത് ചെയ്യുന്നതിന് മുമ്പായി ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ റിസർവോയറിൽ ആവശ്യത്തിന് സഫീഷ്യന്റ് അളവ് വെള്ളം ഇല്ലേ എന്നുള്ളത് നോക്കണം. അതേപോലെ തന്നെ ഈ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിന്റെ ലൈന് വാട്ടർ ഫിൽഡ് അല്ലേ, അതായത് പ്രൈമിംഗ് പ്രോസസ്സുകൾ കംപ്ലീറ്റ് അല്ലേ എന്നുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ ഉറപ്പുവരുത്തണം. ഇതിനുശേഷം പമ്പിന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ എടുക്കേണ്ടതാണ് ഇതിന്റെ സിൽ ലെവൽ റീഡിംഗ് എന്ന് പറയുന്നത്. അതായത് വീനോച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ബിഗിനിങ്ങിൽ വരെ ഇതിനകത്തൊരു പെർമനന്റ് ലെവൽ വെള്ളം നിലനിൽക്കുന്നുണ്ട്. ആ വെള്ളത്തിന്റെ അളവ് എത്രയാണെന്നുള്ള ആദ്യം നമ്മൾ ഈ ഒരു ഹുക്ക് ഗേജ് വെച്ച് കണ്ടുപിടിക്കണം. അതായത് ഈ ഒരു ഹുക്ക് ഗേജ് ഉണ്ട്, ഈ ഹുക്ക് ഗേജിനെ വെള്ളത്തിലേക്ക് താഴ്ത്തിയതിനു ശേഷം ആ ഹുക്ക് ഗേജിന്റെ ടിപ്പ് ഉള്ളിൽ നിന്ന് വെള്ളത്തിന്റെ സർഫസിലേക്ക് മുകളിലേക്ക് കാണാത്ത വിധത്തിൽ ആ വെള്ളത്തിന്റെ സർഫസിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്ലേസ് ചെയ്യണം. അതിനുശേഷം ഇവിടെ കാണാം, നമ്മൾ ഹുക്ക് ഗേജ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നോക്കേണ്ടത് ഇവിടെയാണ്. ഇവിടെ ഒരു വെർനിയർ സ്കെയിലും മെയിൻ സ്കെയിലും കാണാം. അതിനകത്ത് കൃത്യമായി ഒരു ലൈൻ വരച്ചതുപോലെ കോയിൻസൈഡ് ചെയ്യുന്ന ലൈൻ ഏതാണെന്നുള്ളത് നോക്കണം. ഒരുപോലെ ഒരു കൃത്യമായ ഒരു ലൈൻ വരച്ച പോലെയുള്ള ലൈൻ ഏതാണെന്നുള്ളത്, പോയിന്റ് ഏതാണ് റീഡിംഗ് എന്നുള്ളത് നോക്കുക. ഇവിടെ നമുക്ക് കാണാം 21 ആണ് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കിട്ടുന്ന ഒരു സിൽ ലെവൽ റീഡിംഗ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ സിൽ ലെവൽ റീഡിംഗ് ആദ്യം നമ്മൾ അറിഞ്ഞു വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് വെള്ളത്തിനെ എത്തിക്കുന്നത്. അപ്പൊ എത്തുമ്പോൾ ആ വെള്ളം എന്ത് ചെയ്യും, നോച്ചിലൂടെ ഡിസ്ചാർജ് ചെയ്യപ്പെടും. അങ്ങനെ നോച്ചിലൂടെ ഡിസ്ചാർജ് ചെയ്യപ്പെട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ ഒരേ ഡിസ്ചാർജിലാണ് നമ്മൾ അതിനെ നിലനിർത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ ഒരു നിശ്ചിത അളവ് വെള്ളം ഇതിനകത്ത് ഉയരാൻ തുടങ്ങും.
അപ്പോൾ കൃത്യമായി നിലനിൽക്കുന്ന ഒരു വെള്ളത്തിന്റെ അളവിൽ നിന്ന് ഉയർത്തപ്പെട്ട അളവ് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ രണ്ട് റീഡിങ്ങും ഒരുപോലെ തന്നെ അറിഞ്ഞിരിക്കണം. സി ലെവൽ റീഡിംഗ് കണ്ടെത്തിയതിന് ശേഷം വേണം നമ്മൾ പമ്പ് ഓൺ ചെയ്യാനായിട്ട്. പമ്പിന്റെ പവർ സപ്ലൈ ബട്ടൺ ഓൺ ചെയ്യുക. കൃത്യമായും ഡിസ്ചാർജ് വാൽവ് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത്. നമുക്കിവിടെ മാക്സിമം ഡിസ്ചാർജ് കിട്ടും. നോച്ച് ടാങ്കിൽ ഇപ്പോൾ നമ്മുടെ വാട്ടറിന്റെ ലെവൽ ഉയരുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്കൊരു സിൽ ലെവൽ കിട്ടിയിരുന്നു, അതിനുശേഷം വെള്ളത്തിന്റെ ലെവലിനെ നമ്മൾ ഉയർത്തി. അധികമായി വരുന്ന വെള്ളം എല്ലാം കളക്ടിംഗ് ടാങ്കിലേക്ക് നോച്ച് വഴി ഡിസ്ചാർജ് ചെയ്യുന്നത് കാണാം. അല്പസമയം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും ഡിസ്ചാർജ് കണ്ടീഷനിലുള്ള ഒരു വാട്ടർ ലെവൽ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യും. ആ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം വേണം എത്രത്തോളം വെള്ളം ഇവിടെ ഉയർത്തപ്പെട്ടു എന്ന് നമുക്ക് ഹുക്ക് ഗേജ് വെച്ചിട്ട് തന്നെ മെഷർ ചെയ്യാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിന്റെ ഒരു ഫൈനൽ റീഡിംഗ് എത്രത്തോളം വെള്ളം എത്രത്തോളം ഉയർന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഫൈനൽ റീഡിംഗ് എടുക്കാം. അതിന് ഹുക്ക് ഗേജ് നമ്മൾ സിൽ ലെവൽ റീഡിംഗ് നോക്കിയതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഹുക്ക് ഗേജിനെ ഇതിനകത്തേക്ക് താഴ്ത്തിയിട്ട് വാട്ടർ സർഫസിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ, പുറത്തേക്ക് കാണാൻ പാടില്ല അതിന്റെ ടിപ്പ്, ആ രീതിയിൽ പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന്റെ ഫൈനൽ റീഡിംഗ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പൊ ഹുക്ക് ഗേജ് വെച്ച് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഫൈനൽ റീഡിംഗ് ആണ്. അതായത് വെള്ളത്തിനെ ഉയർത്തിയതിന് ശേഷമുള്ള അളവ് എത്രയാണെന്നുള്ളതാണ്. അപ്പൊ ആദ്യം പെർമനന്റ് ആയിട്ടുള്ള ലെവൽ സിൽ ലെവൽ റീഡിംഗ് നമ്മൾ എടുത്തിരുന്നു. ഇപ്പൊ നമ്മൾ എടുത്തിരുന്നത് ഫൈനൽ റീഡിംഗ് ആണ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കുമല്ലോ അവിടെ ഉയർത്തപ്പെട്ട വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത്. നിലവിൽ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് 26.5 സെന്റിമീറ്റർ ആണ് ഉയർത്തപ്പെട്ട അളവ് എന്ന് പറയുന്നത്. തിയററ്റിക്കൽ ഡിസ്ചാർജിനായിട്ടുള്ള ഹെഡ് നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് 10 സെന്റിമീറ്റർ എന്നറിയുന്നതിന് എത്ര സെക്കൻഡ് സമയം വേണം എന്നുള്ളത് നമ്മളൊരു സ്റ്റോപ്പ് വാച്ച് വെച്ച് മെഷർ ചെയ്യാം. അപ്പൊ അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് കളക്ടിംഗ് ടാങ്കിന്റെ ഡിസ്ചാർജ് വാൽവ് പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്യാം. ഏതെങ്കിലും ഒരു 10 സെന്റിമീറ്റർ എന്നറിയുന്നതിന് എത്ര സെക്കൻഡ് സമയം വേണം എന്നുള്ളത് ഒരു സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് മെഷർ ചെയ്യാം. നമുക്കൊരു 12 സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിവിടെ 18 സെക്കൻഡ് സമയമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് വോളിയം ബൈ ടൈം ചെയ്യുമ്പോൾ ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടെത്താൻ പറ്റും. റീഡിംഗ് എടുത്ത ഉടൻ തന്നെ കളക്ടിംഗ് ടാങ്കിന്റെ ഡിസ്ചാർജ് വാൽവ് ഓപ്പൺ ചെയ്ത് തരും. ഓക്കെ, ഇങ്ങനെ വ്യത്യസ്ത ഡിസ്ചാർജിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു നോച്ചിന്റെ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് നോട്ട് ചെയ്തിട്ട് അതിന്റെ അക്യുറസി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിനുശേഷം പമ്പിന്റെ ഡിസ്ചാർജ് വാൽവ് പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം പമ്പിന്റെ പവർ സപ്ലൈ ബട്ടൺ ഓഫ് ചെയ്യുക. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.